കോട്ടയം കുറിച്ചിയിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികയുടെ വള മോഷ്ടിച്ചു. വള മുറിച്ചെടുക്കുവാനുള്ള ശ്രമത്തിനിടെ വയോധികയുടെ കൈ മുറിഞ്ഞു. പരിക്കേറ്റ സ്വാമിക്കവല സ്വദേശി അന്നമ്മയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, ഈ വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്താണോ ഈ വയോധികയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്? പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്താണ് വിവരങ്ങൾ? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ മോഷണ ശ്രമം നടക്കുന്നതിനിടയിൽ രാവിലെ 8:30-ക്കും 11 മണിക്കും ഇടയിലാണ് മോഷണം നടന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ സമയത്ത് ഇന്ന് ഞായറാഴ്ച രാവിലെ വീട്ടിലുള്ള ആളുകൾ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി പോയ സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള മോഷണം നടന്നത്. ഈ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ മുറിക്കുള്ളിലേക്ക് കയറി അന്നമ്മയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവള മുറിച്ചെടുത്ത് കടന്നു കളയുകയായിരുന്നു. ഇങ്ങനെ മുറിച്ചെടുക്കുന്നതിനിടയിൽ അന്നമ്മയുടെ കൈക്ക് മുറിവേറ്റിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അന്നമ്മയെ ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രദേശവാസികളായിട്ടുള്ള ആരെങ്കിലും ആവും ഇത്തരം മോഷണ ശ്രമം നടത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. കാരണം ഈ വീട്ടിൽ കൃത്യമായും ഇന്ന സമയത്ത് വീട്ടുകാർ ഉണ്ടായിരിക്കുകയില്ല എന്നും അവർ ആരാധനയ്ക്കായി പള്ളിയിൽ പോകുന്ന സമയമാണ് എന്നും മനസ്സിലാക്കിയ ആളുകളാണ് ഇത്തരത്തിലൊരു മോഷണ ശ്രമം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ വീട്ടിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത പ്രദേശങ്ങളിലും CCTV ഉണ്ടായിരുന്നില്ല. മറ്റ് ആ പ്രദേശത്ത് എവിടെയെങ്കിലും CCTV ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ച് ആ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം കേസിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെ തീരുമാനം. ഈ കുറിച്ചി സ്വാമിക്കവലയിലായിരുന്നു ഈ സംഭവം നടന്നത്. സിജു.